ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞതും സിസ്റ്റം ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് പ്രിയദർശിനി പതിയെ തന്നെ ചെറുന്ന് എഴുന്നേറ്റു. പ്രിയ, താൻ പോകാൻ ഇറങ്ങിയോ? ഹാൻഡ് ബാഗ് തോളിലിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ പ്രിയദർശിനിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള മറ്റൊരു സ്റ്റാഫായ ആതിര ചോദിച്ചു. ജോയിൻ ചെയ്ത നാൾ മുതൽ അവൾ ആതിരയോട് മാത്രമായിരുന്നു ചെറിയ അടുപ്പം കാണിച്ചത്. ആതിര, ഞാൻ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. അല്ല, താൻ പോകുന്നില്ലേ? അവൾ തിരിഞ്ഞു നിന്നോട് ചോദിച്ചു. ആടോ, ഞാനും ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് താൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നത് കണ്ടത്. അതിരുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പ്രിയദർശിനി മുന്നോട്ട് നടന്നതും ആതിരയും അവളുടെ പിന്നാലെ നടന്നു. അവർ ഓരോന്നും സംസാരിച്ചുകൊണ്ട് എൻട്രൻസിലെത്തിയതും സഹീൻ്റെ PA രാംദേവ് അവരെ പിന്നിൽ നിന്ന് വിളിച്ചു. പ്രിയദർശിനി, അയാൾ വിളിച്ചു കേട്ട് അവർ ഇരുവരും തിരിഞ്ഞു നോക്കി. എന്താ സാർ? ആതിരയായിരുന്നു അത് ചോദിച്ചത്. അത് പ്രിയദർശിനി പോകാറായോ? സാർ, ഡ്യൂട്ടി കഴിഞ്ഞല്ലോ. അയാൾ ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു. എടോ, താനിപ്പോൾ പോകണ്ട, തനിക്ക് കുറച്ച് കഴിഞ്ഞ് പോകാം. അയാൾ അല്പം ഗൗരവം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എന്താ സാർ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അയാളുടെ ഭാവം കണ്ടതും അവൾ വെപ്രാളത്തോടെ ചോദിച്ചു. ചെറിയൊരു പ്രശ്നമുണ്ട്. നാളെ നടക്കാനിരിക്കുന്ന പ്രസൻറ്റേഷൻ്റെ ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കിയതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാനായി തന്നെ എംഡിയുടെ ക്യാബിലേക്ക് ചെല്ലാൻ പറഞ്ഞു അദ്ദേഹം. അയാൾ ഗൗരവത്തോടെ പറഞ്ഞതും പ്രിയയും ആതിരയും പരസ്പരം ഒന്ന് നോക്കി. പക്ഷേ സാർ, ഇവളെ ഡ്യൂട്ടി കഴിഞ്ഞല്ലോ. നെറ്റിച്ചു വിളിച്ചുകൊണ്ട് ആതിര പറഞ്ഞതും അയാൾ അവളെ നിരൂക്ഷമായി നോക്കി. വർക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാലും അത് ചെയ്ത് തീർക്കണമെന്ന് അറിയില്ല ആതിരയ്ക്ക്. അയാൾ സ്വരം ഘടിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും ആതിര മുഖം കുനിച്ചു. ഇറ്റ്സ് ഓക്കെ സാർ, ഞാൻ വരാം. പ്രിയ പറഞ്ഞതും അവളുടെ കണ്ണുകളൊന്ന് തിളങ്ങി. ആതിര, താൻ പൊയ്ക്കോളൂ, ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് പൊയ്ക്കോളാം. പ്രിയ പറഞ്ഞതും അയാളുടെ കണ്ണുകളൊന്ന് തിളങ്ങി. ആതിര, താൻ പൊയ്ക്കോളൂ, ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് പൊയ്ക്കോളാം. അല്ല പ്രിയ, താൻ ഒറ്റയ്ക്ക്. അവൾക്ക് വല്ലാത്ത വെപ്രാളം തോന്നി. സ്ത്രീകളോടുള്ള സഹീൻ്റെ പെരുമാറ്റം വളരെ മോശമാണെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രിയെ അവിടെ ഒറ്റയ്ക്ക് നിർത്താൻ അവൾക്ക് വല്ലാത്ത മടി തോന്നി. സാരില്ല ആതിര, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. ഇവിടെ രാംദേവ് സാറും സഹീർ സാറും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് താൻ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ, ഞാൻ തിരിച്ചെത്തിയിട്ട് വിളിക്കാം. അവൾ വീണ്ടും നിർബന്ധിച്ചതും ആതിര മനസ്സോടെ തിരിഞ്ഞു നടന്നു. താൻ വാ. അവൾ പോയതും രാംദേവ് പ്രിയയും കൂട്ടിക്കൊണ്ട് എംഡിയുടെ ക്യാബിലേക്ക് നടന്നു. വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് അറിയാതെ അവളൊരു നെടുവീർപ്പോടെ അയാളുടെ പിന്നാലെ നടന്നു. അയ്യോ അമ്മേ! ഫ്ലോർ ബെഡിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവൻ്റെ പുറത്തായി ശക്തിയിൽ എന്തോ വന്ന് പതിച്ചതും അവൻ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. മുന്നിൽ സംഹാരരുദ്രയെപ്പോലെ നിൽക്കുന്ന ആവണിയെ കണ്ടതും ശ്രീനാഥ് അറിയാതെ തന്നെ ഉമ്മിന്നിറക്കിപ്പോയി. അവൻ്റെ കണ്ണുകൾ സൈഡിലായി കിടക്കുന്ന കനമുള്ള വസ്തുവിലേക്ക് നീണ്ടതും ഒരു നിമിഷം അവൻ മിഴിഞ്ഞു വന്നു. കഴിഞ്ഞ തവണ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂറിന് പോയപ്പോൾ വാങ്ങിയ ക്ലാസിൻ്റെ ആഷ്ട്രേ നിലത്ത് വീണപ്പോൾ പൊട്ടാഞ്ഞത് ഭാഗ്യം. അവൻ മനസ്സിൽ പറഞ്ഞിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ വേണി, എന്താ പറ്റിയ നിനക്ക്? അവളുടെ മുഖഭാവം കണ്ടതും അവൻ സംശയത്തോടെ ചോദിച്ചു. നിങ്ങൾ എന്നെ പറ്റിക്കുകയായിരുന്നു ശ്രീയേട്ടാ. ഉടുത്തിരുന്ന സാരി ഇടുപ്പിൽ കുത്തി അവൾ അവനെ നേരെ ചീറിക്കൊണ്ടുവന്നു. ഒരു നിമിഷം അവളുടെ വരവിൽ അവർ രണ്ടടി പുറകിലേക്ക് നിരങ്ങി നീങ്ങി. ഞാൻ നിന്നെ പറ്റിച്ചെന്നോ? എങ്ങനെ പറ്റിച്ചെന്ന്? നീ എന്തൊക്കെയാണ് വേണി പറയുന്നത്? അവൻ അവളെ നോക്കി പകപ്പോടെ ചോദിച്ചു. അതെ, നിങ്ങൾ തന്നെ. നിങ്ങൾ എന്നെ പറ്റിച്ചു. വേറെ ഒരുത്തി മനസ്സിൽ കൊണ്ട് നടന്നിട്ടല്ലേ നിങ്ങളെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്? സങ്കടവും ദേഷ്യം കൊണ്ട് അവൾ എന്താണ് പറയുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു. ആ നിമിഷം അവളുടെ മനസ്സിൽ മേഘയുടെ പ്രണയം ശ്രീനാഥാണെന്ന അവളുടെ വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവളുടെ വാക്കുകൾ അവനിൽ വല്ലാത്തൊരു ദേഷ്യമാണ് ഉണർത്തിയത്. കാരണം താൻ അവളെ എത്രത്തോളം പ്രണയിക്കുന്നുണ്ടെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. എന്നിട്ടും തൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയാണ് അവൾ പറഞ്ഞത് അവൻ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വേണി, അവൻ ശബ്ദമുയർത്തി വിളിച്ചതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി. അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് വന്ന് അവളുടെ തോളിൽ മുറുക്ക പിടിച്ചു. എന്താടി നീ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ ഇതെവിടെയാണ് മനസ്സിൽ കൊണ്ടു നടന്നത്? അവളുടെ ഇരു തോളിലും അമർത്തി പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ വേദന കൊണ്ടൊന്ന് പൊളഞ്ഞു. അവൻ്റെ കൈയുടെ മുറുക്കത്തിൽ നിന്നും തന്നെ അവൻ്റെ ദേഷ്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി അവൾക്ക്. ശ്രീയേട്ടാ, വീട്, എനിക്ക് വേദനിക്കുന്നു. അവൾ തൻ്റെ ഇരു കൈകളിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് അവനോടായി പറഞ്ഞു. അപ്പോഴേക്കും അവൻ്റെ കൈയൊന്നയഞ്ഞു. പറയേ, എന്താ നീ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ ആരെ മനസ്സിൽ കൊണ്ടു നടന്നെന്നാ? അപ്പോഴും അവൻ്റെ മുഖത്തെ ദേഷ്യം മാറിയിരുന്നില്ല. അത് ഞാൻ. അവളെന്തോ പറയാൻ തുടങ്ങിയതും അവൻ്റെ മുഖഭാവം കണ്ട് അത് വിഴുങ്ങി. ആ നിമിഷം അവനോട് എന്തോ പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. മേഘ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവൾക്ക് മാത്രമേ ശ്രീയേട്ടനോട് പ്രണയമുള്ളൂ. എന്നിട്ടും അവൾ അങ്ങനെ പറഞ്ഞതിനുള്ള ദേഷ്യത്തിലാണ് ശ്രീയേട്ടനോട് വന്ന് തട്ടിക്കറിയത്. അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ എന്തൊക്കെയോ മനസ്സിലായി. ശ്രീ അവളുടെ ഇരു തോളിലും കൈകൾ വെച്ചു. ശേഷം അവൾക്ക് ചിന്തിക്കാൻ കഴിയും മുന്നേ അവളെ വലിച്ച് തന്നെ നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് അവളുടെ വിറയാർന്ന ചുണ്ടുകൾ കവർന്നെടുത്തു. അവളെന്തോ പറയാൻ തുടങ്ങും മുന്നേ അവൻ്റെ നാവ് അവളെ ബന്ധിച്ചിരുന്നു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ഒരു നിമിഷം ആവണിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് പിടയാൻ തുടങ്ങി. അവനെ അടിക്കാനും തള്ളി മാറ്റാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. അത് മനസ്സിലായതുപോലെ അവൻ അവളെ ചുണ്ടിൽ അമർത്തി കടിച്ചു.
അതോടെ അവളൊന്ന് കുറുകിക്കൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. ഒരു കൈ അവളുടെ ഇടുപ്പിലും മറുകൈ കഴുത്തിലും ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ശേഷം ആവേശത്തോടെ ആ ചുണ്ടിലേക്ക് തേൻ നുകർന്നു. അവളുടെ ഇരു കൈകൾ കൊണ്ടും അവനെ മുറുക്ക പുണർന്ന് അവനെ തന്നോട് കൂടുതൽ കൂടുതൽ ചേർത്ത് പിടിച്ചു. മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും മാറി മാറി നുകർന്നുകൊണ്ട് അവൻ അവളെ സാരിക്കിടയിലൂടെ കാണുന്ന നഗ്നമായ വയറിൽ അമർത്തിപ്പിടിച്ചു. പതിയവ അവിടെ നിന്നും ചലിച്ച് അവളുടെ നാഭിച്ചുഴിയിലേക്ക് നീണ്ടു. ആ നിമിഷം അവളൊന്ന് ഉയർന്നു പൊങ്ങിപ്പോയി. പതിയവൻ്റെ വിരലുകൾ അവളുടെ കുഞ്ഞു വയറിൽ കുസൃതി കാണിച്ചു കൊണ്ടിരുന്നു. നിമിഷങ്ങൾക്കകം അവ മുകളിലേക്ക് ഉയരാൻ തുടങ്ങിയതും അവൾ പെട്ടെന്ന് അവൻ്റെ കൈകളെ തടഞ്ഞുകൊണ്ട് മുറുക്കെ പിടിച്ചു. ശേഷം പതിയെ അവനെ തന്നിൽ നിന്നും അകറ്റി മാറ്റാൻ ശ്രമിച്ചു. അത് മനസ്സിലായതുപോലെ അവൻ അവളെ കീഴ്ചുണ്ടിൽ അമർത്തി കടിച്ചുകൊണ്ട് അവളിൽ നിന്നും അകന്നു മാറി. ഇപ്പോഴും തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ പറ്റിക്കുകയാണ്? അവൻ ഗൗരവത്തോടെ ചോദിച്ചതും അവളുടെ കണ്ണുകൾ ഈറനായി. അവൾ ദയനീയമായി അവനെ നിന്ന് നോക്കി. ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് നിന്നോട് മാത്രമാണ്. ഇത് മാത്രമല്ല, വേറെ പലതും തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നിന്നോട് മാത്രമേ തോന്നൂ. കാരണം ഓർമ്മ വെച്ച നാൾ മുതൽ ഈ ഹൃദയത്തിൽ നിൻ്റെ മുഖം മാത്രമേ പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ. അല്ലാതെ ഉയർത്തിയ മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റൊരുവളോട് ഇഷ്ടം പറഞ്ഞ് അവളെ ഫ്ലഡ് ചെയ്ത് നടക്കുന്ന ഒരുവനല്ല ഞാൻ. അതിൽ നിനക്ക് ഇനിയും എന്നെ വിശ്വാസമായില്ലെങ്കിൽ ഞാൻ അവൻ പറഞ്ഞ് മുഴുവനാക്കും മുന്നേ അവൾ തൻ്റെ കൈ കൊണ്ട് അവൻ്റെ വായി പൊത്തിപ്പിടിച്ചു. എനിക്ക് വിശ്വാസമാണ്, മറ്റാരേക്കാളും എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അവൻ്റെ നെഞ്ചോരം ചേർന്ന് നീന്തുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ്റെ ഹൃദയത്തിൽ ഒരു മഞ്ഞ് വീണ സുഖം തോന്നി. എങ്കിലും അവൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന ചിന്തയിൽ അവൻ അവളുടെ ഇരു തോളിലും പിടിച്ചുകൊണ്ട് തൻ്റെ നെഞ്ചിൽ നിന്ന് അകറ്റി മാറ്റി. പിന്നെ എന്തിനായിരുന്നു ഇപ്പോൾ ഇവിടെ ഇത്രയും ഷോ കാണിച്ചത്? തന്നെ സംശയത്തോടെ നോക്കുന്നവളോട് അതീവ ഗൗരവത്തിൽ തന്നെ അവൻ ചോദിച്ചതും അവളുടെ മുഖം മങ്ങി. അത് മേഘയോ? അവളെന്ത് പറഞ്ഞു? അവളുടെ മുഖഭാവം കണ്ടതും അവൻ സംശയത്തോടെ ചോദിച്ചു. അത് അവൾ തല താഴ്ത്തി നിന്നുകൊണ്ട് മേഘ പറഞ്ഞത് അത്രയും അവനോട് പറഞ്ഞു കഴിഞ്ഞ് അവൾ മുഖമുയർത്തി നോക്കിയതും അവൻ്റെ വലം കൈ അവളെ കാരണം താഞ്ഞു പതിഞ്ഞു. കവളിൽ കൈ വെച്ച് അവൾ പകപ്പോടെ അവനെ നോക്കി. ഇത്രയും നാളായിട്ടും എൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത നിനക്ക് മനസ്സിലായിട്ടില്ല അല്ലേടി? അതല്ലേ വല്ലവളുമാരും പറയുന്നത് കേട്ട് നീ എന്നോട് ചോദിക്കാൻ വന്നത്? പല്ല് കടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ അവനെ മുറുക്കപ്പുണർന്നു. അങ്ങനെ അല്ല ചേട്ടാ. പെട്ടെന്ന് അവൾ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായിപ്പോയി. അതാ ഞാൻ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ പിടിച്ച് നേരെ നിർത്തി. അങ്ങനെ വല്ലവളന്മാരും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കുള്ള മറുപടി നീ അവരോട് തന്നെ പറയണമായിരുന്നു. എൻ്റെ സ്നേഹത്തിൽ അല്പമെങ്കിലും വിശ്വാസം നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ അതപ്പം തന്നെ അവളോട് പറയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ നീ ചെയ്തില്ലെങ്കിൽ അതിനർത്ഥം നീ എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ്. അവൻ ഇടർച്ചയോടെ പറഞ്ഞതും അവൻ്റെ വാക്കുകൾ കേട്ട് അവൾ കരഞ്ഞു പോയിരുന്നു. അങ്ങനെ പറയലേട്ടാ, എനിക്ക് വിശ്വാസമാണ്, എൻ്റെ ജീവനേക്കാളേറെ വിശ്വാസമാണ്. അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി. അതാ ഞാൻ. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യവും വിഷമവും തോന്നി. അതാ ഏട്ടനോട് വന്ന് ദേഷ്യപ്പെട്ടത്. ഏട്ടനോടല്ലാതെ വേറെ ആരോടാ ഞാൻ? അവൾ പറഞ്ഞുകൊണ്ട് ഇരു കൈകൾ കൊണ്ടും മുഖം പൊട്ടിക്കരഞ്ഞു. അവളെ കണ്ണുനീർ കണ്ടതും അവൻ്റെ ഹൃദയത്തിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് പോലെ വേദന തോന്നി. അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. പോട്ടെ, സാരില്ല. നീ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങളായുള്ള എൻ്റെ പ്രണയത്തെ മനസ്സിലാക്കിയിട്ടും നീ എന്നെ സംശയിക്കുന്നതെന്ന് തോന്നിയപ്പോൾ സമനില തെറ്റുന്നത് പോലെ തോന്നി. അതാ നിയന്ത്രണം വിട്ട് തള്ളിപ്പോയത്. സോറി. അവളുടെ ഇടം കവളിൽ അമർത്തി മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും അവളെ ചുണ്ടിലൊരു പുഞ്ചിരി തിളഞ്ഞു. ഏട്ടാ, എന്തിനാ എന്നോട് സോറി പറയുന്നത്? ഞാനല്ലേ ഏട്ടനോട് തെറ്റിച്ചത്. അതുകൊണ്ട് ഞാനല്ലേ സോറി പറയേണ്ടത്? അവൾ കൊഞ്ചലോടെ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ നെറുകയിൽ മുത്തി. എൻ്റെ പെണ്ണ് സോറി ഒന്നും പറയണ്ട കേട്ടോ. എൻ്റെ കൊച്ചിൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. അവൻ പറഞ്ഞു കേട്ട് അവൾ ചുണ്ട് കുറിപ്പിച്ചു. എന്നിട്ടാണോ എന്നെ തല്ലിയത്? അവൾ പരിഭവത്തോടെ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു. അത് പിന്നെ നീ അവളെ വാക്കും കേട്ട് തിരിച്ചൊരക്ഷരം പോലും മിണ്ടാതെ വന്ന് എൻ്റെ നേരെ തട്ടിക്കറിൽ എനിക്ക് ദേഷ്യം വരില്ലേ? അതാ ഞാൻ. അവളെ കുറിപ്പിച്ചു വെച്ച ചുണ്ടിൽ മൃദുവായി മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. അതേ പുഞ്ചിരി അവൻ്റെ ചുണ്ടിലേക്കും പടർന്നതും അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അതിരാവിലെ ഉറക്കമെഴുന്നേറ്റ് ആതിര വെപ്രാളത്തോടെ ടേബിളിരുന്ന ഫോൺ കയ്യിലേക്ക് എടുത്ത് നോക്കി. അതിൽ പ്രിയദർശിനിയുടെ മിസ് കോളൊന്നും കാണാതെ വന്നതും അവൾ നെഞ്ചിലൂടെ ഒരു കൊള്ളിയൻ മിന്നി. അവൾ പെട്ടെന്ന് തന്നെ അവളെ നമ്പറിലേക്ക് കോൾ ചെയ്തതും സ്വിച്ച് ഓഫ് എന്ന മറുപടിയിൽ അവൾ നിരാശയായി. ഇന്നലെ പാതിരാത്രി വരെ അവൾ പ്രിയയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ തവണ വിളിക്കുമ്പോഴും ബെല്ലടിച്ച് നിൽക്കുന്നതല്ലാതെ ആരും കോൾ അറ്റൻഡ് ചെയ്തിരുന്നില്ല. അങ്ങനെ രാത്രിയിൽ എപ്പോഴാണ് ഒന്ന് മയങ്ങിയത് തന്നെ. ഇന്ന് വെളുപ്പിനെ തന്നെ എഴുന്നേൽക്കുകയും ചെയ്തു. പ്രിയയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയാത്തത് കൊണ്ട് തന്നെ വല്ലാത്തൊരു ടെൻഷൻ അവളെ വന്ന് മൂടി. അവളുടെ മനസ്സിലേക്ക് സഹീറിൻ്റെയും രാംദേവിൻ്റെയും ഒക്കെ മുഖങ്ങൾ കടന്നു വന്നു. സഹീറിനെക്കുറിച്ച് ഓർത്തതും അവളുടെ ഒരു വിറയിൽ പാഞ്ഞുപോയി. ഈശ്വര, പ്രിയ അവൾക്കൊന്നും വരുത്തലേ. അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു.
ആ നിമിഷം അവളുടെ ഫോൺ റിങ് ചെയ്തതും അവൾ വെപ്രാളത്തോടെ ഫോൺ കയ്യിലേക്കെടുത്തു. നമ്പർ പോലും നോക്കാതെ അവൾ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചതും മറുവശത്തും കേട്ട വാർത്തയിൽ അവൾ ഞെട്ടിത്തരിച്ചു പോയി. വാട്ട്? അവളുടെ കണ്ണുകൾ നിറഞ്ഞു, മുഖമാകെ വിളറി വെളുത്തു. പ്രിയ? അവളെ ചുണ്ടുകൾ മന്ത്രിക്കുന്നതോടൊപ്പം അവൾ വെപ്രാളത്തോടെ കോൾ കട്ട് ചെയ്ത് താഴേക്കിറങ്ങി ഓടി. ലിവിംഗ് റൂമിലെത്തിയതും അവൾ ടേബിളിലിരുന്ന റിമോട്ട് എടുത്ത് TV ഓൺ ചെയ്തു. ന്യൂസ് ചാനലുടെ ലൈവായി പോകുന്ന വാർത്തയിലേക്ക് കണ്ണുകൾ നീണ്ടതും അവളുടെ കണ്ണിലും നീർമുത്തുകൾ ഒഴുകിയിറങ്ങി. ദുരൂഹ സാഹചര്യത്തിൽ യുവതി കൊല്ലപ്പെട്ട നിലയിൽ. നമസ്കാരം. വാർത്തകൾ വിശദമായി. നഗരത്തിലെ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. പേരുകേട്ട ഹോസ്പിറ്റലായ മെഡ്രീന ഹോസ്പിറ്റലിൻ്റെ പിൻഭാഗത്തെ കുറ്റിക്കട്ടിൽ നിന്നുമാണ് ഒരു സ്ത്രീയുടെ മണിക്കൂറുകൾ മാത്രം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്. മുഖം മുഴുവൻ വികൃതമായ നിലയിൽ കാണപ്പെട്ട പെൺകുട്ടി ക്രൂരമായ കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ടെന്ന് പ്രാഥമിക കണ്ടെത്തൽ തെളിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ആ പെൺകുട്ടിയുടെ ശരീരത്തിലെ ഏറെക്കുറെ ഭാഗങ്ങളും വെട്ടിക്കീറി തുന്നിക്കെട്ടിയ നിലയിലാണ് കാണപ്പെട്ടത്. മുഖം വികൃതമായതുകൊണ്ട് തന്നെ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ സാധിച്ചില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ പെൺകുട്ടികൾക്ക് പകൽ പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ലിവിംഗ് റൂമിലിരുന്ന വാർത്ത കേട്ടുകൊണ്ടിരുന്ന മീനാക്ഷി മുത്തശ്ശി ആത്മകഥം പോലെ പറഞ്ഞു. അതമ്മ പറഞ്ഞ നേരാ. പകല് പോലും പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. കൊത്തിപ്പറിക്കാൻ കഴുകും കണ്ണുകളുമായി ദുഷ്ടന്മാർ കാത്തിരിക്കലേ. മുത്തശ്ശി പറഞ്ഞു കേട്ട് അവിടെ അടുത്ത് തന്നെ ഇരുന്ന ലക്ഷ്മിയും ഗായത്രിയും ശാലിനിയും അതിനെ അനുകൂലിച്ചു. എന്നാലും ആ കൊച്ചിനെ വീട്ടുകാർ ഇതെങ്ങനെ സഹിക്കുന്ന? കണ്ണേ കരളെ എന്നും പറഞ്ഞ് ഓരോ അച്ഛനമ്മമാരും പെൺകുട്ടികളെ വളർത്തി വലുതാക്കി കൊണ്ടുവരുമ്പോൾ ഇതുപോലുള്ള അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത നാറികൾ അവരെ കൊത്തിപ്പറിച്ച് ഇല്ലായ്മ ചെയ്യും. നഷ്ടം ആർക്കാ? ആ പാവ അച്ഛനമ്മയ്ക്കും. അവർക്ക് പോയി. മുത്തശ്ശി ആത്മരോക്ഷത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് ശരിയാ. നമുക്കുണ്ട് ഇവിടെ 2 പേര്. കോളേജിൽ പോയിട്ട് തിരിച്ചു വരാൻ 5 മിനിറ്റ് വൈകിയാൽ നെഞ്ചിൽ തീയാണ്. മുത്തശ്ശി പറഞ്ഞു കിട്ടി ശാലിനി പറഞ്ഞു. ആരുടെ നെഞ്ചിൽ തീയ ശാലിനി ആൻറ്റി? കുഞ്ഞിപ്പെണ്ണിയും കയ്യിലെടുത്ത് ലിവിംഗ് റൂമിലേക്ക് കയറി വന്ന നന്ദു ചോദിച്ചതും 4 പേരും അവളെ തിരിഞ്ഞു നോക്കി. ഓരോരോ വാർത്തകൾ കണ്ടപ്പോൾ പറഞ്ഞതാ മോളെ, ശാലിനി മറുപടി പറഞ്ഞു. എന്ത് വാർത്തയാ ശാലിനി ആൻറ്റി? അവൾ നെറ്റിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചു. ദേ നോക്കിയ മോളെ, നേരം വെളുത്തപ്പോൾ തന്നെയുള്ള വാർത്ത കണ്ടില്ലേ? ഒരു പെൺകൊച്ചിനെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നിട്ടിരിക്കുന്നു. ഇതുപോലുള്ള ദുഷ്ടന്മാരുള്ള നാട്ടിൽ നമ്മളെങ്ങനെ നമ്മുടെ പെൺമക്കളെ വിശ്വസിച്ച് പുറത്തുവിടും? ആലോചിക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. ശാലിനി പറഞ്ഞത് നന്ദുവിൻ്റെ കണ്ണുകൾ TVയുടെ നേർക്ക് നീണ്ടു. അതിലപ്പോഴും ആ പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്ത ബ്രേക്കിംഗ് ന്യൂസായി പോയിക്കൊണ്ടിരുന്നു. ആതിരയുടെ സ്കൂട്ടി അതിവേഗം SM ഇൻഡസ്ട്രീസിൻ്റെ എൻട്രൻസിലേക്ക് പാഞ്ഞു കയറി. സ്കൂട്ടി പാർക്ക് ചെയ്ത ശേഷം അവളോടി അകത്തേക്ക് ചെന്നതും കൂട്ടം കൂടി നിൽക്കുന്ന ആൾക്കാരെ കണ്ട് അവളൊന്ന് പകച്ചു. അവൾ ആ കൂട്ടത്തിൽ പ്രിയെ തിരിഞ്ഞുവെങ്കിലും അവളെ അവിടെയെങ്ങും കണ്ടിരുന്നില്ല. നീ വന്ന മാതിരെ, ഞാൻ നിന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവളെ കണ്ടതും അവളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന മറ്റൊരു സ്റ്റാഫായ നീലിന അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. നീലി, എന്താ സംഭവം? നീ പറഞ്ഞതൊന്നും എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. നമ്മുടെ ഓഫീസിലെ ഏതൊരു സ്റ്റാഫ് മരണപ്പെട്ടു എന്നല്ല നീ പറഞ്ഞത്? അതാരാണെന്ന് അറിഞ്ഞോ? ന്യൂസിലും ഒന്നും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടായിരുന്നില്ലല്ലോ. ദുരൂഹ സാഹചര്യത്തിൽ യുവതി മരണപ്പെട്ടു എന്ന് മാത്രമുണ്ടായിരുന്നു. എനിക്കാകെ ടെൻഷൻ അടിച്ചിട്ട് പാടില്ല. നീ ഒന്ന് വ്യക്തമായിട്ട് പറയുക. മരിച്ചത് ആരാണെന്നെങ്കിലും അറിഞ്ഞോ? അവൾ വെപ്രാളത്തോടെ ചോദിച്ചുകൊണ്ടിരുന്നതും നിലീന അവളെ സംശയത്തോടെ നോക്കി. ആതിരെ, റിലാക്സ്. നിനക്കെന്താ പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? അവളുടെ മുഖഭാവം കണ്ടതും നിലീന സംശയത്തോടെ ചോദിച്ചു. അത് കാര്യമുണ്ട് നീലി, നീ വാ, ഞാൻ പറയാം. അതും പറഞ്ഞിട്ട് ആതിര നിലീനയുടെ കൈയും പിടിച്ചൊരറ്റത്തേക്ക് മാറി നിന്നു. ശേഷം കഴിഞ്ഞ ദിവസം പ്രിയയുടെ കൂടെ താൻ പോകാൻ ഇറങ്ങിയപ്പോൾ രാംദേവ് വാർക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് അവിടെ നിർത്തിയതും താൻ എതിർത്തപ്പോൾ അയാൾ തന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടതും അതിനുശേഷം നൈറ്റ് മുഴുവനും അവളെ ഫോൺ വിളിച്ചിട്ട് കിട്ടാതിരുന്നതും രാവിലെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾ നിലീനയോട് പറഞ്ഞു. അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞതും അവളൊരു നെടുവീർപ്പുടെ ചുമലിലേക്ക് ചാരുന്നു. നീ എന്തൊക്കെയാ ആതിരയെ പറയുന്നത്? അപ്പോൾ അത് നമ്മുടെ പ്രിയാണോ? എല്ലാം കേട്ട് കഴിഞ്ഞതും നിലീന ഞെട്ടലോടെ അതിനേക്കാൾ ഉപരി ഭയത്തോടെ അവളോട് ചോദിച്ചു. അറിയില്ല, എനിക്കൊന്നും അറിയില്ല നീലി. സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ അത് അവളാകാനാണ് സാധ്യത കൂടുതൽ. കാരണം ഇന്നലെ മുതൽ അവളുടെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇന്ന് രാവിലെ മുതൽ അത് സ്വിച്ച് ഓഫുമാണ്. പിന്നെ എംഡിയുടെ സ്വഭാവം നമുക്ക് നന്നായിട്ട് തന്നെ അറിയാവുന്നതല്ലേ. ഏത് പെൺകുട്ടിയെ കണ്ടാലും അയാൾക്കൊരു ഒറ്റ വികാരം മാത്രമേ തോന്നുള്ളൂ. നമ്മളോടൊക്കെ തന്നെ എത്ര തവണ അയാൾ മോശമായി പെരുമാറിയിട്ടുണ്ട്. ഭാഗ്യം കൊണ്ടല്ലേ നമ്മൾ ഓരോ തവണയും രക്ഷപ്പെട്ടു പോയത്. ബോണ്ട് സൈൻ ചെയ്തുകൊണ്ട് റിസൈൻ ചെയ്ത് പോകാൻ പോലും നമുക്ക് കഴിയാറില്ല. അതുപോലെയല്ലേ അയാൾ ഓരോ പെൺകുട്ടികളെയും ഇവിടെ കുടുക്കിയിട്ടേക്കുന്നത്. അയാൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധിനെയും സ്വന്തമാക്കിയിരിക്കും. അങ്ങനെയുള്ളപ്പോൾ അവളെ ഒറ്റയ്ക്ക് കയ്യിൽ കിട്ടിയാൽ അയാൾ വെറുതെ വിടുവോ? പറഞ്ഞുകൊണ്ട് അവൾ നീലിയെ നോക്കിയതും അവളും അതിനെ അനുകൂലിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? അത് പ്രിയാണെങ്കിൽ
നിലയിലെ സംശയത്തോടെ പറഞ്ഞതും ആദരം നിറഞ്ഞ കണ്ണുകൾ മുറുക്കി അടച്ച് ചുമലേക്ക് ചാരുന്നതിനും സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. സ്റ്റാഫുകളെല്ലാം ഓഫീസിന് മുന്നിൽ തന്നെ നിരനിരയായി നിന്നു. ഓ, ഇനിയിപ്പോൾ ഇവിടെ പോലീസും കൂട്ടവുമായി ആകെ ബഹളം തന്നെയായിരിക്കും. ഏതൊരു സ്റ്റാഫ് പറഞ്ഞതും ആതിരയും നിലിനെയും അങ്ങോട്ടേക്ക് നോക്കി. പലരും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാലും അതാരായിരിക്കും ആ പെൺകുട്ടി? ഇനി പ്രിയ തന്നെയായിരിക്കോ? അവളല്ലേ ഇന്ന് ഓഫീസിൽ വരാതെയുള്ളൂ? ഓരോരുത്തരും പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന നിലിന ആത്മഗതം പോലെ പറഞ്ഞതും ആതിര അവളെ ദയനീയമായി ഒന്ന് നോക്കി. അപ്പോഴാണ് താൻ എന്താ പറഞ്ഞതെന്ന് അവൾ ഓർക്കുന്നത്. അവൾ നാവ് കഴിച്ചുകൊണ്ട് ആതിര ഒന്ന് നോക്കി. ഏയ്, നീ വിഷമിക്കാതെ, അതവളൊന്നും ആകില്ല. ഞാനെന്താ ഓർക്കാതെ പറഞ്ഞതാ. അവളെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ നിലീന പറഞ്ഞു. അല്ല, നമ്മുടെ ഓഫീസിലെ സ്റ്റാഫാണെന്ന് എങ്ങനെ അറിഞ്ഞത്? അല്പസമയത്തിന് ശേഷം ആതിര നിലീനയോടായി ചോദിച്ചു. അതാ മാനേജർ പറഞ്ഞതാ. അവരൊക്കെ നേരത്തെ അറിഞ്ഞു. അതിനൊന്ന് മൂളിക്കൊണ്ട് ആതിര സൈഡിലായിട്ടിരിക്കുന്ന ചെയറിലേക്ക് ഇരുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത: ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട പെൺകുട്ടി എസ് ഇൻഡസ്ട്രീസിൽ എന്ന കോർപ്പറേറ്റ് സ്ഥാപനത്തിലെ സ്റ്റാഫായ മറിയം ഫിലിപ്പാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എസ് ഇൻഡസ്ട്രീസിൻ്റെ MD സഹീർ മുഹമ്മദിൻ്റെ ഗേൾഫ്രണ്ട് കൂടിയാണ് ഈ മറിയം ഫിലിപ്പ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം മൃതദേഹം വിശദമായി പരിശോധിച്ചതിൽ നിന്നും പെൺകുട്ടിയുടെ പല അവയവങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതിനായി സഹീർ മുഹമ്മദിനെ കസ്റ്റഡിയിലെടുക്കാനായി പോലീസ് അയാളുടെ വസതിയിൽ എത്തിച്ചേർന്നുവെങ്കിലും ഇന്ന് രാവിലെ മുതൽ അയാൾ ഒളിവിലാണ്. ന്യൂസ് റീഡർ വായിക്കുന്ന വാർത്തയിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നന്ദുവിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം സ്റ്റെയറിറങ്ങി വരുന്ന ആനന്ദിൻ്റെ നേർക്ക് നീണ്ടു. അവൻ്റെ കണ്ണുകളും ഒരു നിമിഷം TV-യിലേക്ക് നീണ്ടു. ന്യൂസ് കേട്ടതും ആനന്ദ് നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി കോർത്തതും അവർ കണ്ണുകൾ കൊണ്ട് പരസ്പരം എന്തൊക്കെയോ പറഞ്ഞു. ശേഷം അവനൊരു ദീർഘശ്വാസം എടുത്ത് അവളുടെ അരികിലായി വന്നിരുന്ന് ന്യൂസ് കാണാൻ തുടങ്ങി. ന്യൂസ് റീഡർ പറയുന്ന ഓരോ വാക്കുകൾ കേൾക്കുന്തോറും അവളുടെ കൈ അവൻ്റെ കയ്യിൽ മുറുക്കിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടോ ആ നിമിഷം അവളിൽ ചെറുതല്ലാത്തൊരു ഭയം ഉടലെടുത്തിരുന്നു. മറിയമോ? ഐ കാൻ ബിലീവ് ഇറ്റ്. വാർത്ത കേട്ടതും നീന ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. ആതിരയും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പ്രിയല്ലെന്നറിഞ്ഞതിൽ അവൾക്ക് സന്തോഷം തോന്നിയെങ്കിലും ആ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി മരണപ്പെട്ടതോർത്ത് അവൾക്ക് സങ്കടവും തോന്നുന്നുണ്ടായിരുന്നു. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആതിരെ. ആ മറിയും MDയുമായുള്ള ഇരിപ്പ് വശം വെച്ചിട്ട് അയാൾ അവൾക്കിട്ട് തന്നെ ഇങ്ങനെയൊരു പണി കൊടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നിലീന ഒരു നെടുവീർപ്പോടെ പറഞ്ഞ് ആതിരയും അതിനെ അനുകൂലിച്ചു. കാരണം സഹീൻ്റെ കൂടെ എന്തിനും ഏതിനും നടക്കുന്നത് ഈ മറിയമായിരുന്നു. അല്ല ആതിരെ, അത് മറിയമായിരുന്നെങ്കിൽ അപ്പോൾ പിന്നെ നമ്മുടെ പ്രിയ എവിടെ പോയി? അവൾ നെറ്റിച്ച് ഒളിച്ചുകൊണ്ട് സംശയത്തോടെ ചോദിച്ചതും ആ നേരത്താണ് ഓഫീസിന് മുന്നിൽ സൈറൻ മുഴക്കിക്കൊണ്ട് ഒരു പോലീസ് ജീപ്പ് വന്ന് നിന്നത്. അതിൽ നിന്ന് പോലീസ് യൂണിഫോം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയെന്ന ആളിനെ കണ്ടതും അവർ ഒരു നിമിഷം തറഞ്ഞു നിന്ന് പോയി. പ്രിയ. അവിടെ ചുണ്ടുകൾ മന്ത്രിക്കുമ്പോൾ ഗൗരവത്തോടെ നിന്നവളുടെ കണ്ണുകൾ ആ ബിൽഡിങ്ങിനെ ഒന്നാകെ വലയം ചെയ്തു. പ്രിയദർശിനി IPS അണ്ടർ കൗണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ.